കേരളത്തിലെ തയ്യൽ തൊഴിലാളികളുടെ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമനിധി പെൻഷനും ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യണമെന്നും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് KSTA ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി. രാവിലെ 11 മണിക്ക് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആയിരക്കണക്കിന് തയ്യൽ തൊഴിലാളികൾ അണിനിരന്ന് പ്രകടനമായി സെക്രട്ടേറിയറ്റ് നടയിലേക്ക് നീങ്ങി. സെക്രട്ടേറിയറ്റിലെത്തിയപ്പോൾ ബഹുമാനപ്പെട്ട കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ധർണ സമരം ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളികളുടെ സങ്കടങ്ങൾ പറയാൻ, അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവുമായിട്ടാണ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ തൊഴിൽ ഉപേക്ഷിച്ച് ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. വലിയ അന്യായമാണ് ക്ഷേമനിധി ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പെൻഷൻ മുടങ്ങിക്കിടക്കുകയാണ്, റിട്ടയർമെന്റ് തുക കൊടുക്കുന്നില്ല. ഇത് കിട്ടുന്നത് വളരെ തുച്ഛമായ തുകയാണ്. അതുപോലും കൊടുക്കാൻ ക്ഷേമനിധി ബോർഡിന് കഴിയുന്നില്ല. നമ്മളുടെ കയ്യിൽ നിന്നും അംശാദായം വാങ്ങിച്ച് നമ്മുടെ പൈസ അവിടെ കിടക്കുമ്പോൾ 42 കൊല്ലം പണിയെടുത്ത് അംശാദായം അടച്ചാൽ എല്ലാ 1600 രൂപയാണ് പെൻഷനുണ്ട്. റിട്ടയർമെന്റ് തുക എന്ന് പറയുന്നത് 60,000 രൂപയാണ്. 60,000 രൂപയാണ് ഇവിടെ കൊടുക്കുന്നത്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ് ഇതെല്ലാം. അതിനുശേഷം അംശാദായം നിങ്ങൾ കൊടുക്കേണ്ട തുക 150% വർദ്ധിപ്പിച്ചു, അല്ലേ? നിങ്ങൾ കൊടുക്കേണ്ട തുക 150% വർദ്ധിപ്പിച്ചു. ഇങ്ങോട്ട് കിട്ടേണ്ടതിന് ഒരു കൂട്ടലുമില്ല. ഇതാണ് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ 2 പെൻഷൻ കിട്ടിയിരുന്നു പലർക്കും. തയ്യൽ തൊഴിലാളികളായ സ്ത്രീകൾക്ക് വിധവാ പെൻഷൻ കിട്ടിയിരുന്നു, അല്ലേ? ആ വിധവാ പെൻഷൻ വേറെ ഒരു ക്ഷേമ പെൻഷൻ കിട്ടുന്നുണ്ടോ? ക്ഷേമനിധി പെൻഷനും സാമൂഹ്യ സുരക്ഷാ പെൻഷനും രണ്ടാണ്. ക്ഷേമനിധി നമ്മൾ അങ്ങോട്ട് കാശ് അടച്ചിട്ട് ഇങ്ങോട്ട് തരുന്നതാണ്. അതെങ്ങനെയാണ് സുരക്ഷാ പെൻഷന്റെ കൂടെ കൂട്ടുന്നത്? ഒരു വിധവ അവർക്ക് കിട്ടുന്ന വിധവാ പെൻഷൻ അവർക്ക് അർഹതയില്ലേ? മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വികലാംഗനായ ഒരാൾക്ക്, ഫിസിക്കലി ഡിസേബിൾഡ് ആയ ഒരാൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടണ്ടേ? അപ്പൊ ഈ ക്ഷേമനിധി പെൻഷൻ കിട്ടുവാണെങ്കിൽ അത് കിട്ടൂല. ഇവരത് ഒറ്റയ്ക്കാക്കി മാറ്റി. അപ്പൊ അതിനെല്ലാം എതിരായിട്ടുള്ള ഈ വിവാഹാനുകൂല്യം 25,000 രൂപയാക്കി ഉയർത്തുക, റിട്ടയർമെന്റ് തുക 3 ലക്ഷമാക്കുക, മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ വിതരണം ചെയ്യുക. അതുപോലെ ഏതോ ഒരു ഓഫീസിൽ ആദ്യകാല സംഘടനയാണ് KSTA. ഞങ്ങളൊക്കെ തുടക്കത്തിൽ തൊട്ട് ശ്രീരാമദാസിനൊക്കെ എത്രയോ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളതാണ്. ഇപ്പോഴും ആ ക്ഷേമനിധി ബോർഡിലില്ല. അപ്പൊ ക്ഷേമനിധി ബോർഡിൽ തയ്യൽ തൊഴിലാളികളുടെ കാര്യം പറയേണ്ട ആളുകൾ വേണ്ടേ അവിടെ? അപ്പൊ ഞാനൊരു കാര്യം പറയാണ്, നിങ്ങളുടെ വിഷയങ്ങളൊക്കെ പല പ്രാവശ്യമായിട്ട് അറിയാം. അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ കൂടി ശ്രമിക്കും. കേരളത്തിന്റെ നിയമസഭയിൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, നിങ്ങളുടെ വിഷയം അവതരിപ്പിക്കും. അതിന് പരിഹാരമുണ്ടാക്കാൻ നിങ്ങളോടൊപ്പം ഈ വിഷയങ്ങൾക്ക് ന്യായമായ കാര്യങ്ങൾ പരിഹരിച്ചു കിട്ടാൻ വേണ്ടി പരിഹരിക്കുന്നത് വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. നിങ്ങളെല്ലാവരും ഞാൻ ഈ സെക്രട്ടറി